ഹലോ, ഒരു മിനി ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി എല്ലാ ദിവസവും 2 മണിക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാ വൈകുന്നേരം വന്ന് ഒരു ഷേക്ക് അടിക്കുകയാണ് കേട്ടോ. വൈറ്റമിൻ ഡിക്ക് നമുക്ക് പാലും കൂടിയും കഴിക്കണം. എനിക്ക് പാല് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഒരു ഷേക്കും അന്നൊരു ഹെൽത്തി ഡ്രിങ്ക് പോലെയായിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ കട്ടപ്പാൽ കുറച്ചിട്ടു, പിന്നെ ഒരു നേന്ത്രപ്പഴം, പൂവമ്പഴം ഒരെണ്ണം അങ്ങനെ ഇട്ടത് കേട്ടോ. നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് കയ്യിലുണ്ട് അതൊക്കെ നമുക്ക് ഇടാം. കപ്പലണ്ടി ഇത്രയായിട്ടുള്ള ബൂസ്റ്റ് പഞ്ചസാരയൊക്കെ ഇട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. നമ്മൾ ടേസ്റ്റ് ആയിട്ടല്ലല്ലോ, നല്ല ഹെൽത്തി ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം മാറി മാറി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെ ഇട്ടത് നേന്ത്രപ്പഴം ഒരു കുഞ്ഞിതാണ് ഇട്ടിട്ടുള്ള. ഇത് തരാൻ നമുക്ക് വയറ് ഫുള്ളാവും കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് തോന്നുകയില്ല. അങ്ങനെ ഞാൻ അത് വന്നിരുന്ന് കഴിച്ച് പിന്നെ ഒരു 10-20 മിനിറ്റ് ഞാൻ പോയി ഒന്ന് കിടന്നു കേട്ടോ. അതിന് ശേഷം വീണ്ടും എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി അലക്കാനുള്ളത് കൊണ്ടുപോയി മെഷീനിലിട്ടു. പിന്നെ തലേദിവസം അലക്കിയിട്ടായിരുന്നത് ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം മടക്കാനുണ്ട്, പറ്റണത് ഇന്ന് മടക്കാം, പിന്നെ പതുക്കെ മടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മടക്കി പിന്നെ മുകളിലുള്ളതും കുറച്ച് മടക്കി വന്നപ്പോഴേക്ക് ചേട്ടൻ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇന്നും സിപ്പപ്പ് കൊണ്ടുവന്നുണ്ട്. പിന്നെ ആരോ ചീര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 2 കെട്ട് ചീരയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഈ ഫുഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ഈ പൈസ കൊണ്ട് നമുക്ക് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറയാറ്. ഇപ്പോൾ അത് അങ്ങനെ റെഡിമെയ്ഡ് ആക്കുകയാണ് കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെ വയ്യാത്തതല്ലേ, വയ്യായി മാറണല്ലോ. വല്ലാണ്ട് ക്ലീനിങ് നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താമല്ലോ. അങ്ങനെ ചപ്പാത്തിയും ബീഫ് കറിയാണ് ചേട്ടൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ചീര എടുത്ത് ഞാൻ കഴുകി കഴിഞ്ഞപ്പോൾ ചേട്ടൻ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലത്തെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ചീര അങ്ങനെ പച്ചച്ചീരയും ചുമച്ചീരയും ഒക്കെ ഒരുമിച്ച് അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാൻ ഇത്തിരി അധികം ഉണ്ട്, അത് കാരണം ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത്ര ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗം എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു മുട്ട കൊത്തി പൊരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് കഴിച്ചോളൂല്ലോ. ഭയങ്കര നല്ലതാണ് വൈറ്റമിൻ ഡിക്ക് പച്ചച്ചീര കേട്ടോ. മുട്ടയും പച്ചച്ചീരയും പാലൊക്കെ തന്നെയാണ്, പിന്നെ ചെറുമീനുകളും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അതോടുകൂടി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. സിംഗാദിനിടയ്ക്ക് ചേട്ടന് ഷേക്ക് കൊടുത്തില്ലല്ലോ, അപ്പോൾ ഞാൻ ചേട്ടന് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി അടിച്ചു. ചേട്ടൻ പഞ്ചസാരയും ബൂസ്റ്റൊക്കെ എടുത്ത് അടിപൊളി ടേസ്റ്റായിട്ടാണ് കുടിച്ചത് കേട്ടോ. ഞാൻ പിന്നെ തുണികളൊക്കെ എടുത്ത് ആദ്യത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ആദ്യത്തെ എനിക്ക് വിരിച്ചിട്ട് തന്നു. ബാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറയും. ഓഫീസിലൊക്കെ ഉണ്ടായ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണ ഒരു നേരം കൂടുതൽ പറഞ്ഞാൽ ഇതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി കേട്ടോ. വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറിക്കഴിഞ്ഞാലാണ് എനിക്ക് ഉറക്കം വരുള്ളൂ. അതൊരു ശീലമായിപ്പോയി. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.